നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നടൻ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത്. അന്വേഷണവുമായിട്ട് സഹകരിക്കും, പരാതിക്കാരിയുടെ മൊഴിയല്ലാതെ വേറെ ഒരു തെളിവുമില്ല, പരാതി സിനിമയിലെ ചേരിപ്പോരിൻ്റെ ഭാഗമാണ് എന്നൊക്കെ സിദ്ദിഖ് കോടതിയെ അറിയിക്കുകയുണ്ടായി. ജസ്റ്റിസുമാരായ ബേല ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും മുതിർന്ന അഭിഭാഷകയുമായ ഐശ്വര്യ ഭാട്ടിയെയാണ് ഹാജരായത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ ഓൺലൈൻ വഴിയും കേരളത്തിന് വേണ്ടി ഹാജരായി. ശ്രീ എജി ജോർജ്, ഈ സിദ്ദിഖിൻ്റെ ഇടക്കാല ജാമ്യത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതീശേ, സമ്പത്തിന് മുമ്പിൽ പരുന്തുപോലും മുകളിൽ പരുന്തുപോലും പറക്കുകയില്ല എന്ന ഒരു ആപ്തവാക്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഏതായാലും ലക്ഷങ്ങൾ മുടക്കി വക്കീലന്മാരെയൊക്കെ ഇറക്കി വാദിക്കത്തക്ക രീതിയിലുള്ള പ്രാപ്തിയുള്ളവരാണ് ഇതിനകത്തെ കക്ഷികൾ എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. അപ്പോൾ കോടതി ഇപ്പോൾ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് കാലതാമസമാണ് ഒരു പ്രധാന കാരണമായി അവർ കണക്കിലെടുത്തതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നതും. ഇതിനകത്തെ കാലതാമസത്തിന്റെ ഒക്കെ ഉത്തരവാദികൾ ഒരളവ് വരെ സർക്കാർ കൂടിയാണ് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ 4.5 വർഷത്തിലധികമായി സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പരാതിക്കാരിയായി വന്നിരിക്കുന്ന നടി തന്നെ എത്ര കാലതാമസം എന്തുകൊണ്ട് ഈ പരാതിക്ക് വരുത്തി എന്ന ചോദ്യങ്ങളൊക്കെ സാമാന്യ ബുദ്ധി അനുസരിച്ച് യുക്തിസഹമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? അപ്പോൾ ഇപ്പോൾ പരാതി കൊടുത്തതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് കോടതി സംശയിച്ചെങ്കിൽ കോടതിയെ കുറ്റപ്പെടുത്താനാവുകയില്ല. മാത്രവുമല്ല, വാദിക്കുന്ന വക്കീലന്മാർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്കൊക്കെ ഇനിയും പുറത്തു വരേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഈ കോടതി തന്നെ നോക്കുന്നത് ഇതിനകത്ത് വാദിക്കാനായി വരുന്ന വക്കീലന്മാരുടെ ഒരു പ്രാഗൽഭ്യം, അതുപോലെ തന്നെ പൊതുവെയുള്ള സാഹചര്യം ഒന്നുകൂടെ കാണേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന താങ്കളിലേക്ക് തിരികെ എത്താം, താങ്കൾ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിരികെ എത്താം.